ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഉമ്മ ഇങ്ങോട്ട് ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഉമ്മക്ക് ഷോൾഡർ നല്ല പെയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് 2-3 മാസം കൊണ്ടേ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുപോയി കാണിക്കാനും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. നല്ല പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ ബസ്സും കാത്ത് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പം ബസ്സൊക്കെ ഭയങ്കര കുറവാണ്. നമുക്കിവിടെ വെഞ്ഞാറമൂട് പാലത്തിൻ്റെ പണിയെടുക്കുന്നുണ്ട്. ബസ്സും കുറവാണ്. ചെല്ലുന്ന ബസ് തന്നെ അവിടെ നിന്ന് ബ്ലോക്കൊക്കെ ആയിട്ട് കുറേ ടൈം കഴിഞ്ഞാണ് പോകുന്നത്. അങ്ങനെ ഞാനും ഉമ്മയും കൂടെ അങ്ങോട്ട് പോവുകയാണ്. എൻ്റെ അനിയത്തി നമുക്ക് മുമ്പുള്ള ബസ്സിൽ പോയാണ്. പക്ഷേ എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവിടെ വെഞ്ഞാറമൂട് അടുത്ത ബസ്സും കാത്ത് നിൽക്കുന്നേ ഉള്ളായിരുന്നു. എന്നിട്ട് എൻ്റെ കൂടെ ഉമ്മാരുടെയാണ് അൽഫി വന്നത്. അവൾ കോളേജിലാണ് പോയത്. അവൾ പാളയത്തിറങ്ങും, ഞങ്ങൾ പട്ടത്താണ് ഇറങ്ങിയത്. പട്ടത്തിറങ്ങി ഇവിടെ കോസ്മോലാണ് ഉമ്മയെ കാണിച്ചത്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട്. ഗുളിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ വേറൊരാളെയും കൂടെ കാണാൻ പോകുന്നുണ്ട്. മാമീനെ കാണാൻ പോകുന്നുണ്ട്. മാമീനെയും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഇത് തമ്പാനൂർ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു ലൈമും ഒരു പപ്സും കഴിച്ച് പിന്നെ നമ്മൾ ബസ് കയറി പോയിട്ട് വെഞ്ഞാറമൂട് നിന്നാണ് ഫുഡ് കഴിക്കാൻ പോയത്. അവിടെ നിന്ന് നമ്മളാണെങ്കിൽ മന്തി കഴിച്ചായിരുന്നു. മന്തി കഴിച്ചിട്ട് പിന്നെ ഞാനാണെങ്കിൽ അതിൻ്റെ കൂടെ ആണെങ്കിൽ ഒരു മാംഗോ ഷേക്ക് ഇതും കൂടെ ഓർഡർ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. അത് ഉമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാനങ്ങ് കിടന്ന് ഉറങ്ങി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് വരുന്ന വഴിക്ക് നല്ല ലേറ്റായി. കാരണം ഞങ്ങളിവിടെ വെഞ്ഞാറമൂട് ഇപ്പം ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്ക് വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ പാലത്തിൻ്റെ പണി കിടക്കുന്നത്. അതുകൊണ്ട് വേറെ റൂട്ട് വഴിയാണ് ബസ് ഇപ്പം തിരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ മുമ്പ് വീടെത്തും. ആ ടൈമിൽ ഇപ്പം നമ്മളൊരു 2.5 മണിക്കൂർ, ചില സമയത്ത് 3 മണിക്കൂർ ആ ഒരു അടുപ്പിച്ച് ആവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പം കുറച്ച് ലേറ്റായി, ഒരു 5:30 ആ ടൈം ആയെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ പോയി അങ്ങ് കിടന്നങ്ങ് ഉറങ്ങിയിട്ട് ഇപ്പം എണീച്ചതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കൊണ്ടുപോയിട്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഉമ്മാക്ക് ഷോൾഡറിന് ചെറിയൊരു പെയിൻ വന്നാണ് ഞങ്ങൾ പോയത് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട്. അതുകൊണ്ട് ഉമ്മാക്ക് ഷോൾഡർ അനക്കിക്കൂടാ. അതുകൊണ്ട് വീട്ടിൽ പണി ചെയ്യേണ്ട അവസ്ഥ വന്നു. ഇനിയിപ്പോൾ ഒരു 10 ദിവസത്തേക്ക് ജോലി ചെയ്യണം ഗൈസ്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ മറ്റതൊന്നും അറിയണ്ട, ഉമ്മ അങ്ങെല്ലാം ചെയ്തോളും. നമ്മൾ പോയിരുന്നു ഫുഡ് കഴിക്കുക, കിടക്കുക, ഉറക്കുക, അങ്ങനത്തെയൊക്കെ പണി മാത്രം ചെയ്താൽ മതി. അത് ഇനിയിപ്പോൾ ഉമ്മക്ക് തൂക്കാൻ പറ്റില്ല, തുണി എഴുവത്തില്ല ഉമ്മര, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യണം. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഗുളിക ഒന്ന് അത് കഴിക്കുക, 10 ദിവസം റെസ്റ്റ് എടുക്കുക, പിന്നെ പോയി കാണിക്കുക. പിന്നെ പോയി കാണിക്കുമ്പോൾ അറിയാം. എന്തായാലും എനിക്ക് പണി കിട്ടി എന്തായാലും പറയാം. എന്തായാലും കുഴപ്പമില്ല. ഉമ്മക്ക് കുറയട്ടെ. ഉമ്മക്ക് കുറഞ്ഞാലേ പിന്നെ ബാക്കി ഉമ്മക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഉമ്മക്ക് എല്ലാം പറ്റിപ്പോയി പിന്നെ ഇവിടുത്തെ എല്ലാവരുടെ കാര്യം പോണത്. അല്ലെങ്കിൽ വീട്ടിലെ ഉമ്മാർക്കും എല്ലാം പറ്റി അങ്ങനെയാണല്ലോ. അതുകൊണ്ട് നാളെ തൊട്ട് രാവിലെ എനിക്ക് ജോലി ചെയ്യണം കൈസ്. അത്രയൊരു വിഷമമുള്ള, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ അടിപൊളിയായിരുന്നു. പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് മന്തിയൊക്കെ കഴിച്ച് കൊള്ളായിരുന്നു. അങ്ങനെയൊക്കെ തിരിച്ചു വന്ന് പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് 10 ദിവസത്തെ റെസ്റ്റും കൂടെ എടുത്തിട്ട് നമുക്ക് പോയി നോക്കാം ഇനി എന്തുവാണെന്ന്. ഇച്ചിരി ജോലി ചെയ്യണം, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അപ്പം കുഴപ്പമില്ല ഗൈസ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിട്ട് പിന്നെ കാണാം. ബൈ.